ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. അപ്പൊ ഈ ആദ്യമായിട്ട് എന്ന് ഞാൻ പറയുന്ന അല്ലെ പ്രാക്തനമായിട്ടുള്ള ഈ വൈകാരികതയിലുള്ള ഈ ഒരു ഗെയിമിനെ മോസ്റ്റ് മോഡേൺ സയൻസ് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഈ ന്യൂക്ലിയസിന്റെ സ്പിന്നിങ് സ്പീഡിനെ കുറിച്ച് 10⁻23 എന്നൊക്കെ പറഞ്ഞ ഒരു സംഖ്യ പറയുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് ശിവന്റെ നടനവുമായിട്ടാണ്. കാരണം ശിവന്റെ നടനത്തിന് നമുക്ക് അളക്കാൻ പറ്റില്ല, അത്രയ്ക്കും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓഷോയൊക്കെ പറയുന്നുണ്ട് ഒരേ സമയം തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനം നിശ്ചലമാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അത് രണ്ടിന്റെ ഒരു ഡെഡ് കോമ്പിനേഷൻ ആണ് ശിവ എന്ന് പറഞ്ഞാൽ. അങ്ങേയറ്റം വൈബ്രന്റ് ആണ്, എന്നാൽ അതേസമയം ഒരു ഷണ്ടനെ പോലെ അങ്ങേയറ്റം നിശബ്ദനായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് നമുക്കറിയാം ഈ ന്യൂക്ലിയസിന്റെ ചുറ്റാകെ ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ശൂന്യസ്ഥലികൾ അന്വേഷിച്ചുള്ള ഒരു യാത്ര. അപ്പൊ അതിനെയും ഫുട്ബോളിനെയും കൂടെ തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തുകൂടെ എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ശിവതത്വം തന്നെ അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു ഫുൾ മാച്ചില് 2 മിനിറ്റ് ഒരു പ്ലെയർ ബോൾ സ്പർശിക്കുന്നില്ല. ഈ 2 മിനിറ്റ് സ്പർശന സുഖമാണ് എന്നെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നത്. ഈ സ്പർശന സുഖം എന്ന് ഞാൻ പറഞ്ഞത് മൊത്തം നമ്മൾ കളി എടുത്തു നോക്കിയാൽ എന്റെ മത്സരം ഞാൻ തോറ്റുവെങ്കിൽ എനിക്ക് ആ സ്പർശന സുഖമല്ല നൽകുന്നത്. അത് ഇമോഷണലി നമ്മൾ പലപ്പോഴും പ്ലെയേഴ്സ് വിട്ടുപോകും. ഞാൻ ചിലപ്പോൾ ചില ഫുട്ബോൾ ടീമിനെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് എത്ര ഗോളിന് നിങ്ങൾക്ക് ജയിക്കണം തീരുമാനിക്കേ. അപ്പൊ അവർ പറയാം അത് എങ്ങനെ സാധ്യമാവും. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ പവർ നമുക്കുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ സ്പർശന സുഖം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിജയിക്കണം. വിജയത്തിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ഓട്ടത്തിനിടയിൽ. അപ്പൊ നമ്മുടെ ഈ ഓട്ടത്തിൽ നമ്മൾ സ്പർശന സുഖം, എന്തിനെ സ്പർശിക്കുന്ന സുഖം, നമ്മളിലുള്ള അമ്മയെ അച്ഛനെ സ്പർശിക്കുന്ന സുഖം അറിയുമ്പോഴാണ് ജീവിതം മൊത്തം ഒരു ഫുട്ബോൾ കളിയായിട്ട് എടുത്താൽ നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മൈ ഗെയിം ഈസ് എ സക്സസ്ഫുൾ വൺ എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇതിനെ ഞാൻ എത്ര തവണ തൊട്ടു, ഔഷധയുള്ള പോലെ തൊട്ടിട്ട് അവിടെ ഇരുന്നു. അപ്പൊ ആ തൊടലിന്റെ എണ്ണം കൂട്ടാനും ദൈർഘ്യം കൂട്ടാനുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിതം എന്ന് പറയുന്ന ഫുട്ബോൾ കളിയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സ്പർശന സുഖം കൂട്ടുക, വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആ സ്പർശത്തെ ഉള്ളിൽ സ്പന്ദമായി പ്രതിസ്പന്ദമായി തിരിച്ചറിയാം. അല്ല ഇതിനല്ലേ നമ്മുടെ ശിവോഹം ശിവനെ നമ്മൾ അന്വേഷിച്ചുള്ള ഓട്ടമാണ് ഫുട്ബോളും. അപ്പൊ അതുകൊണ്ട് കാരണം നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയും ഫുട്ബോളും കൂടെ. പക്ഷെ ഇതിനെ ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ജീവിതം തന്നെ ഒരു ഫുട്ബോൾ കളിയാണെന്ന് അങ്ങ് പറയുന്നു. അപ്പൊ അതില് ഓരോന്നിലും നമ്മൾ എന്ത് തന്നെ, അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു ഇറച്ചി വെട്ടുകാരന്റെ അടുത്ത് വേദാന്തം പഠിക്കാൻ പോകുന്ന കഥകൾ നമ്മൾ പറയുന്നുണ്ട്. കാരണം എല്ലാ ഗുരുക്കന്മാർക്കും പഠിപ്പിക്കാൻ കഴിയുന്നതിന്റെ എല്ലാം പഠിപ്പിച്ച് വെച്ചിട്ട് അവസാനം പറയുന്നത് ഒരു ഇറച്ചി വെട്ടുകാരന്റെ അടുത്ത് പോകാനാണ് പറയുന്നത്. വ്യാധന്റെ കഥയിൽ പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഈ ശിവതത്വത്തിനെ അന്വേഷിക്കുന്ന തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലേ? അതെ അതെ. ഇപ്പോ ഞാൻ പരിചയപ്പെട്ട ഒരാള്, അദ്ദേഹം പുറത്തേക്ക് ഒരാളുമായിട്ടും അധികം സംസാരിക്കില്ല എന്നാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിനെ സ്പർശിച്ച അമ്മയെ കുറിച്ചോ അതായത് ദേവിയെ കുറിച്ചോ ശിവനെ കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ
ഒരു വാക്ക് കഴിഞ്ഞാൽ നമുക്ക് മനനം ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി തന്നിട്ട് എടുത്ത വാക്ക് പറയും. ബിജുഭായിനോട് ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ സാധാരണ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ എന്നൊരു ശബ്ദം വരും, ഇതിനെ കട്ട് ചെയ്യൂ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങയോട് പറയാൻ അപ്പൊ ഈ സ്പേസിൽ അങ്ങ് അടുത്തത് എന്താ പറയണെന്നുള്ളത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്റ്റർബൻസ് ആയി. ഇത് ഇദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞ് അതിനെ നമ്മുടെ ഉള്ളിൽ ലയിക്കാനുള്ള ഒരു അവസരം തന്നിട്ട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം അവസ്ഥിതനായിരിക്കണം. അദ്ദേഹം പുറമേക്ക് ഇങ്ങനെ യാതൊരു അല്ലെങ്കിൽ സ്പിരിച്വൽ സോക്കോൾഡ് സാധനം ഒന്നും കാണില്ല. പക്ഷെ സംസാരിച്ചാൽ ഇങ്ങനൊരു സ്പേസ് നൽകും. അത് വെറും ചർച്ചയൊന്നുമല്ല. ശിവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മള് ഈ സ്പേസിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ ചിന്തയില്ല. ഇത് ഓഷോയൊക്കെ പറഞ്ഞതുപോലെ ഒരു ചിന്ത പോയി അടുത്ത ചിന്ത വരുന്നതിന്റെ ഇടയിലുള്ള സ്പേസിനെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഇത് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട് ചെയ്യും. അത് അങ്ങനെ അദ്ദേഹം അങ്ങനത്തെ ഒരാളാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയിരിക്കുമ്പോ അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ, അപ്പോ ദേവി എന്ന് പറഞ്ഞാൽ നിനക്കറിയോ, ഐ എം സിംപ്ലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വേർഡ്. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ സംസാരത്തിന്റെ സുഖം കൊണ്ട് നമ്മൾ പോകുമ്പോ അങ്ങനെ മിന്നാമിനിങ് ആയിട്ടാ പോവാ. ഈ രാമചന്ദ്ര മിഷന്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഈ പെർസെപ്റ്റർ എന്ന് പറഞ്ഞ ആള് അരമണിക്കൂർ ഉണ്ടാതിരിക്കണം, അതാണ് അവരുടെ ധ്യാനം. അപ്പോ ഒരു 10 പേരുണ്ടാവും ഒരു ദിവസം. ഈ 10 പേരുടെ കൂടെ ഇദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പൊ ഇയാള് 5 മണിക്കൂറും ഉണ്ടായിരിക്കണം. എന്റെ വീടിന്റെ അടുത്ത് ഇവര് തുടങ്ങിയപ്പോ നല്ല ഉപ്മാവ് കിട്ടും. അങ്ങനെ ഞാൻ പോയതാണ്. അങ്ങനെ ഞാൻ പോയിട്ട് 5 ദിവസം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ ഉപ്മാവിന് വേണ്ടി 5 ദിവസം ഞാൻ പോയിരുന്നു. എന്റെ ഏറ്റവും വലിയ രസം, അവരോട് 25 വർഷമായിട്ടുള്ള ഒരാള് അവിടെ വേറെ ആളോട് പറഞ്ഞു കിട്ടു. ഞാൻ ആരാണെന്ന് അറിയില്ല, 25 വർഷമായിട്ട് ഞാൻ ധ്യാനിക്കുന്ന ആളാ, ഞാൻ പറഞ്ഞാൽ നിനക്ക് കൊള്ളും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ വളരെ നന്നായിട്ട്. അപ്പൊ ഈ കോൺട്രഡിക്ഷനും കോംപ്ലിമെന്ററിയും തമ്മിൽ നമുക്ക് തിരിച്ചറിയുന്നില്ല. അവിടെയാണ് ഒരു വാക്ക് കൊണ്ടുപോലും അടുത്ത വാക്കിലേക്കുള്ള ആ ഇടയിലുള്ള സ്പേസ് കൊണ്ട് നമ്മളിൽ ധ്യാനം സംഭവിപ്പിക്കുന്ന ആളുകളുടെ അടുത്തെത്തുമ്പോ നമുക്ക് ഇതിന്റെ മനോഹാരിത, അതേ പറഞ്ഞു, ഫുട്ബോളും ജീവിതവും ശിവനും ശക്തിയും ഒക്കെ നമുക്ക് അവിടെ കാണാം. അവരിതിനെ പ്രത്യേകിച്ച് ഒരു സാധനം ചെയ്യില്ല. വളരെ സിമ്പിൾ ആയിരിക്കും അവരുടെ പ്രവർത്തികൾ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാക്കുന്ന ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ നിശബ്ദതയുടെ സ്ഫോടനം ഉണ്ടല്ലോ, ഒട്ടും ചെറുതല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ ഓഷോ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ശൂന്യത മനസ്സിലാക്കി കൊടുത്തത്. അതുപോലെ പീഠമിട്ട് ഒഴിഞ്ഞ പീഠമിട്ടിട്ട് അതിലിങ്ങനെ 10 ദിവസം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതല്ല ഈ ഉള്ളി തൊലിച്ച് പീലിംഗ് ധോണി എന്ന് പറയും പോലെ ഓരോന്ന് എടുക്കുമ്പോഴും അടുത്തത് കാണും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ശുദ്ധമായിട്ടുള്ള ശൂന്യത നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നിശബ്ദതയെ തിരിച്ചറിയുന്നുണ്ട്. ധ്യാനം, ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം അങ്ങയുടെ ബുക്കിൽ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ശസ്ത്രവിദ്യ പഠിക്കാനായിട്ട് വരുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്, ശരാഹന്റെ. അതെ. അപ്പൊ അതിൽ അദ്ദേഹം എന്താണ് ഈ ഒരു ആർച്ചറിന്റെ അടുത്ത് വരികയും, അത് പക്ഷെ പിൽക്കാലത്ത് നമ്മൾ ആർച്ചർ എന്ന് പറഞ്ഞ നോവൽ തന്നെ വായിച്ചു. പൗലോ കോയിലോ അതിനെ ഇതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതും ഏറ്റവും ഇതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം അതിൽ ലക്ഷ്യം വെക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് കുറച്ചുകൂടെ മാറ്റിയാണ് ഈ കഥയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ഒറിജിനൽ. അപ്പോൾ അതിൽ പറയുന്നത് പിന്നെ ഒരു എത്തിയിട്ട് അദ്ദേഹം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ഥലത്ത് നിന്നിട്ട് അസ്ത്രം എടുക്കാതെ മുകളിലേക്ക് നോക്കുമ്പോൾ പോകുന്ന പക്ഷികൾ ഇങ്ങനെ താഴേക്ക് മരിച്ചു വീഴുന്നു. കയ്യിലെടുത്തിട്ട് തടവുമ്പോൾ അത് വീണ്ടും പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അറിഞ്ഞവന് ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നു. അല്ലെ, എത്ര മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ് അത്. ഈ ശിവതത്വത്തിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വരമാണോ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ ആ പക്ഷികളുടെ കഥയാണ് അങ്ങനെയുള്ള ഒരു ലെസൺ സൂചിപ്പിക്കുന്നത്. ഒരു അസ്ത്രവിദ്യ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാൾ പോയി വയസ്സായിട്ടുള്ള ഒരാളുടെ മുന്നിൽ അദ്ദേഹം കണ്ണുകൊണ്ട് നോക്കി പക്ഷികളെ വീഴ്ത്തുന്നതും ആ പക്ഷികളെ എടുത്ത് തലോടുമ്പോൾ ജീവൻ വെച്ച് പറന്നു പോകുന്നതും. നമ്മുടെ മനസ്സാകുന്ന ആകാശത്തിൽ പക്ഷികൾ പറന്നു പോകുന്നേ ഉണ്ട്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്കാണ് സത്യത്തിൽ നോക്കാറ്, അകത്തേക്ക് നോക്കാൻ കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ആചാര്യൻ അതുകൊണ്ടാണ് നമ്മളെ ഒരു വാക്ക് കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ട് സംസാരിക്കുമ്പോൾ ആ വാക്കിനിടയിലുള്ള ശൂന്യതയിലേക്ക് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയുള്ള നോട്ടമാണ്. അത് ശരിക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയാൻ പറ്റാത്തൊരു സാധനം ഇങ്ങനെ
അതൊരു നിറവാണ് താനും. ഒരു സ്പന്ദം അവിടെ ഉണ്ടാകും, ഒരു നിറവ് അവിടെ ഉണ്ടാകും. ഇത് ആരുടെയെങ്കിലും അടുത്ത് പോയി ഇരിക്കുമ്പോ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പഴയ ആൾക്കാർ പറയും ഇങ്ങനെ പുറകില് ടവല് വെച്ച് പോണ പഴയ ആൾക്കാരെ കണ്ട ശ്രദ്ധിക്കണം, അവര് മർമ്മവിദ്യയുടെ ആൾക്കാരാവുന്ന പറയും. അവരെ അവരൊന്നും മിണ്ടുന്നില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ. അപ്പൊ ഈ തൊടലിന് വലിയൊരു സാധനമുണ്ട്. ഇതില് എന്താ പറയാ, ഇങ്ങനെ അടിക്കുന്ന ഒരാളുണ്ട്. സദ്ഗുരുവിന്റെ ഒരു സാധനം ശ്രദ്ധിച്ചറിയ സാധനം, ഈ ശബ്ദത്തിലൂടെ നമ്മുടെ ഉള്ളിലെ സ്പേസിലുള്ള ശൂന്യതയെ തൊടുന്ന ഒരു സാധനമുണ്ട്. അത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് ഈ ക്ലാപ്പിലൂടെ അവരുടെ ഉള്ളിലുള്ള ശൂന്യതയിലേക്കാണ് തൊടണേ. ഇതുകൊണ്ടാണ് ആ സമയത്ത് ഇതിന്റെ ആഴത്തിൽ പോയിട്ടുള്ളവർ ഇരുന്ന് കരയും, അല്ലാത്തവർ കരയില്ല. ഇപ്പൊ ഞാൻ ഈ സാധാരണ ക്ലാസ്സിലൊക്കെ പിള്ളേരെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ 21 തവണ എണ്ണീട്ട് കണ്ണു തുറക്കാൻ പറയും. ഇതിന്റെ ശരിക്കും ആഴത്തിൽ പോയിട്ടുള്ള കുട്ടികള് 21 വളരെ ടൈം എടുത്തിട്ട് എണ്ണും. നമ്മൾ എണ്ണുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കണ്ണു തുറക്കും. പക്ഷെ ഇത് ആഴത്തിൽ പോയിട്ടുള്ള കുട്ടികൾ കണ്ണ് തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടും. അപ്പൊ ഓരോ നിമിഷത്തിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും ശരവിദ്യയാണ്. ഈ ശരീരം എന്ന് പറയുന്ന ശരവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ കുറെ വെർഷൻസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആ ശരം നമ്മൾ അയക്കുമ്പോ അത് പുഷ്പശരമായി തിരിച്ചു വരണം. അതാ ഞാൻ പറഞ്ഞ, എന്റെ ഉള്ളിൽ ഒരു വാക്ക് കേട്ട് അതിനെ ഖണ്ഡിക്കാനുള്ള അർജുണ്ടാകുമ്പോ ഞാൻ അങ്ങയെ ഖണ്ഡിക്കുകയല്ല ചെയ്യണത്, എന്നെ തന്നെ ഖണ്ഡിക്കുക. അപ്പൊ അങ്ങയെ ഖണ്ഡിക്കാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നേക്കാൾ മുകളിലാണെന്നും അങ്ങ് പറഞ്ഞതിന്റെ മുകളിൽ എനിക്കൊരെണ്ണം പറയണമെന്നും എന്നിട്ട് എന്റെ അറിവ് തെളിയിക്കണമെന്നുള്ള സൂക്ഷ്മമായ അഹങ്കാരം അതിന്റെ പുറകിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഞാൻ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്, ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ഇതെല്ലാം അടങ്ങിയതിന് പിന്നെ ഡിബേറ്റ് ഇല്ല. ഇപ്പൊ പകലാണ് അല്ല രാത്രിയാണ്, ആയിക്കോട്ടെ രാത്രിയാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ സത്യമുണ്ട്, മൂങ്ങയ്ക്ക് ഇപ്പൊ രാത്രിയാണ്, അമേരിക്കയിൽ രാത്രിയാണ്. ഈ ടോട്ടാലിറ്റി മനസ്സിലാക്കുന്നവന് ഒന്നിനോടും നോ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇവിടെ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ലളിതാ സഹസ്രനാമം ഇത് പറയണേ ഓം കാഷ്ഠായ നമഃ, അപ്പുറത്തെ അതിര് എന്താണ്, ദേവിയുടെ അതിര് വേറെ. നമ്മുടെ അതിര് വെച്ചിട്ട് അതിനെ അളക്കരുത്. ഈ അളക്കാൻ പോയാൽ ഈ അളക്കലിന്റെ അപ്പുറം പോയിട്ടുള്ള ആളുകൾ, മിഖേൽ നേമി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഉള്ളിലുള്ളതിനെ അറിഞ്ഞവന് സർപ്പദംശനം പോലും സ്നേഹചുംബനമാണ്. ഉള്ളിലുള്ളതിനെ അറിയാത്തവന് സ്നേഹചുംബനം പോലും സർപ്പദംശനം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ പോയ്സൺ, ആന്റിഡോട്ട് പോയ്സൺ തന്നെ കൊടുത്തിട്ട് മാറ്റണമെങ്കിൽ എന്റെ ഉള്ളിൽ അവനെ എതിർക്കുക എന്നുള്ള സാധനം വന്നതിനെ ഞാൻ അതേ സാധനം നമ്മൾ രണ്ടുപേരിലും ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ തർക്കിക്കാം. അപ്പൊ അങ്ങയുടെ ഉള്ളിലെ സാധനത്തെ എതിർക്കാൻ ശ്രമിക്കാൻ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അതിനെ ഞാൻ സ്വാംശീകരിച്ച് അദ്ദേഹം സംസാരിക്കട്ടെ. ഇത് എന്റെ ഉള്ളിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല സുഖാട്ടോ. ചില സമയത്ത് തന്നെ വന്നിട്ട് ഇതുവരെ വരും, നാവില് വരും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നാവില് വൈബ്രേഷൻ തന്നെ പോയിട്ട് കേൾക്കുന്നിടത്ത് തന്നെ തടങ്ങും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പാസിങ് നമുക്കറിയാം. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സുഖ. ബിജുഭായ് എന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ. ഇത് ശിവശക്തി സ്പന്ദമാണ്. അതറിഞ്ഞ ചില സമയങ്ങളിലും ഒരു കാരണവും ഇല്ലാതെ കണ്ണീര് വരും. എന്തിനാന്ന് ചോദിച്ചാൽ നിറവ് കൊണ്ട് കണ്ണീര് വരും. അത് പലപ്പോഴും ഇതിന്റെ അല്ലെങ്കിൽ ഇത് ഈ മായലഹരി സംഭവിച്ച സമയത്ത് നമുക്ക് ചില ശ്ലോകത്തിനൊക്കെ എന്താണ് എഴുതി കഴിഞ്ഞത് ഞാൻ തന്നെ വായിക്കുമ്പോ ഇതിപ്പോ എവിടെ നിന്ന് വന്നു, കുറച്ചു മുന്നേ വരെ അവിടെ ഇല്ല, അത് വന്നു, പിന്നെ എനിക്ക് ഓർമ്മയുമില്ല. എനിക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലവരിപ്പോ ഇത് വായിച്ചിട്ട് ഇന്ന ലെസണിലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ ഏത് ലെസൺ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ, അപ്പൊ അങ്ങ് എഴുതിയത് അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. സുഖം തെരഞ്ഞിട്ടാണല്ലോ നമ്മൾ നടക്കുന്നത്. ആ സുഖത്തിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ സുഖമുള്ളൂ. സുഖം, ഖം ആകാശമാണ്, അതിൽ സു വന്ന സുഖമായി, ദു വന്ന ദുഃഖമായി. അപ്പൊ ഈ ദൂവും സൂവും വരുമ്പോൾ നമ്മൾക്ക് അതിനെ ആ ഒരു വൈബ്രേഷൻ ഇല്ലാതെ പാസ് ചെയ്തു പോകാൻ അനുവദിക്കാൻ കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ഖം ആനന്ദത്തിലും സൗന്ദര്യത്തിലും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മായ ആനന്ദ സൗന്ദര്യ ലഹരി. ചിത്താകാശം പോയി ചിതാകാശത്തിലേക്ക്. അതെ അതെ. അപ്പോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ കയറി വന്നതാണ്. അപ്പൊ ഇതിന് നമുക്ക് സ്വരയോഗയുമായിട്ട് കണക്ട് പറയാമല്ലോ അല്ലെ? അത് തന്നെയല്ലേ ഈ ശരവിദ്യ എന്ന് പറയുന്നതും സ്വരയോഗയാണ്. ശരിക്കും സ്വരയോഗ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നുണ്ട്. അത് സംഗീതം പഠിച്ചവരിൽ ചോദിച്ചാൽ പായുടെ താളാണെന്ന് അവർ പറഞ്ഞു. അതിന്റെ ആത്മീയതയും പഠിച്ചത് പായുടെ താളം പഞ്ചമമാണ്. പഞ്ചമം എന്ന് പറഞ്ഞാൽ 5മായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 4, 1,
59, 14, 5. അപ്പൊ ഈ 5-നെ അറിഞ്ഞവൻ പഞ്ചമത്തെ അറിഞ്ഞാൻ. പഞ്ചമം വസന്ത കോകില സ്വനമാണ്. വസന്തമാണ് നമ്മുടെ ഉള്ളിലെ ആത്മീയത. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് അറിയുന്നവനെ പഞ്ചമത്തിലേക്ക് വാമനമൂർത്തി വന്നിട്ട് താഴ്ത്തും. നമ്മളത് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് അസുര താഴ്ത്തിന്നൊക്കെ പറയുന്നത്. അപ്പൊ പഞ്ചമം എന്താണെന്ന് അറിഞ്ഞ് പായുടെ താളം എന്താണെന്ന് അറിയുമ്പോഴാണ് സംഗീതം പറയുന്നത് പോലെ പ്രകൃതിസ്വരം വികൃതിസ്വരം അറിയാം. നമ്മൾ ഈ വികൃതിസ്വരത്തിൽ കടന്ന് തിരിഞ്ഞ് ഈ പ്രകൃതിസ്വരം മറന്നു പോകുന്നു. പ്രകൃതിസ്വരം ശിവനും ശക്തിയും ചേർന്നതാണ്. അപ്പൊ ഈ 7 സ്വരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 പോയ 5ആണ്. ഈ 5 നമ്മളെ കൊണ്ട് വികൃതി കൽപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വികൃതിനെ നമ്മള് സംയമം ചെയ്ത് അടക്കം ചെയ്ത് മനനം ചെയ്ത് പ്രകൃതിയിലേക്ക് വരുമ്പോൾ സായും പായും നമുക്ക് കറക്റ്റായിട്ട് പിടുത്തം കിട്ടും. അത് സംഗീതം കറക്റ്റായിട്ട് അറിയുന്ന ആളുകൾ അത് പാടുമ്പോൾ അത് അറിയുമ്പോഴാണല്ലോ അവരുടെ ഒരു സ്വരം സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവണം. നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഹനുമാൻ പാടിയപ്പോഴും പാറ പോലെ ഉരുകി പോയെന്ന് പറയുന്നുണ്ട്. ആസ്വാദനത്തിലേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ ഏത് വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആസ്വാദനമാകണം. ആസ്വാദനത്തെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ശിവനെ ശക്തിനെ നമ്മുടെ കുഞ്ഞു ബുദ്ധി വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരിക്കലും അനുഭവിക്കാൻ വേണമെങ്കിൽ ആസ്വദിക്കാം. അമ്മ എന്നിലൂടെ ഒഴുകുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഹരീഷ് ബാബു അറിവോ ഒന്നുമില്ല. നമ്മൾ തന്നെ പറയാൻ ഒരു സയൻസിന്റെ പോയിട്ട് കഴിഞ്ഞാൽ പുള്ളി തന്നെ സെപ്പൽസും ഇതെല്ലാം വലിച്ചു പിന്നിട്ടിട്ട് ഇങ്ങനെ കുരങ്ങന്റെ പൂമാല ഇട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഒരു കവിയാണെങ്കിൽ അതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ മാറ്റി വെക്കും എന്ന് പറയുന്നു. ആസ്വാദനമാകണം. തീർച്ചയായും ആസ്വദിക്കാൻ കഴിയുന്നവനിലേക്ക് അമ്മ പെയ്തിറങ്ങും, അല്ലെങ്കിൽ അച്ഛൻ പെയ്തിറങ്ങും. ആസ്വാദനമില്ലാത്തവന് ആസ്വദിക്കുന്ന ഒരുത്തിന് ശരിക്കും ആസ്വാദനം നമ്മളിൽ സംഭവിക്കുമ്പോൾ ഈ പാരന്റ്സ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു ലഡു എനിക്ക് കണ്ടു, അവിടെ ഒന്നേ ഉള്ളൂ, പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മകന് അത് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാനത് കഴിക്കാതെ അവന് മേടിച്ചു കൊടുത്ത് അവൻ കഴിച്ച് അവൻ നിറയുമ്പോൾ എന്നിലുണ്ടാകുന്ന നിറവ് ആസ്വാദനത്തിന്റെ സ്പിരിച്വൽ. അപ്പൊ ഇങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് എന്താ ആളുകളോടുള്ള ആ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മാതൃഭാവത്തിലും. അപ്പൊ അമ്മമാർക്ക് അറിയാലോ, മദർ ടങ് എന്ന് ഉപയോഗിച്ച് ലാംഗ്വേജ് എന്നല്ല. അപ്പൊ ടങ്ങിലെല്ലാം ഉണ്ട്. ടങ് ഓഷ്ട്യ വിരാമം സംഭവിച്ചവന്റെ ശബ്ദമില്ല. ആ ഭ എന്ന് പറഞ്ഞാൽ അതുമാണ്. ഭക്തി എന്ന് പറഞ്ഞാല് ഭ. ഓഷ്ട്യ വിരാമം എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. അടച്ചു തുറക്കണം. അടച്ചു തുറക്കുമ്പോ, അതായത് നമ്മുടെ ഉള്ളിലെ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒന്നും ശൂന്യതയാണ്. ഈ അടച്ചതിന്റെ അനുഭൂതിയിൽ നമ്മൾ ലോകത്തിലേക്ക് തുറക്കണം. നമ്മള് തുറന്നടക്കുകയാണ്. നമ്മുടെ കംപ്ലീറ്റ് സാധനത്തെ എടുത്തിട്ട് നമ്മൾ പിന്നെ അടച്ചു വേറൊന്നും കയറാനില്ല. പഴയ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആയുധം ഈ ഭായാണ്. ഭാ എന്ന് പറഞ്ഞ ആട്ടിന്റെ ആഴത്തിലേക്ക് പോയാണ്ടല്ലോ, ഭക്തി ഉണ്ട്. തീർച്ചയായിട്ടും. നാദിയും മഹാപ്രാണനുമായ ഓഷ്ട്യവിരാമം, അതാണ് എന്റെ. അപ്പോ മഹാപ്രാണനായ ഓഷ്ട്യവിരാമം എന്ന് പറഞ്ഞാൽ പിന്നെന്താ, മഹാപ്രാണൻ ശിവൻ തന്നെയാണ്, ദേവി തന്നെയാണ്. അപ്പൊ ആ അടച്ച് അതിന്റെ അനുഭൂതിയിൽ നമ്മൾ ഇന്നും അടയ്ക്കുന്നുണ്ട് ഉറക്കത്തിലൂടെ. ആയുർവേദക്കാര് പറയുന്നത് പ്രാജ്ഞനുമായിട്ടുള്ള കൂടിച്ചേരലാണ്. അപ്പൊ അതിലേക്ക് അടച്ചാൽ പിന്നെ തുറക്കുമ്പോ എന്നിലും അങ്ങിലും ഉള്ളത് പ്രജ്ഞയാണ്. പിന്നെ അങ്ങേ എനിക്ക് വെറുക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് അവര് പറയും, ആ ഓഷോക്ക് പറഞ്ഞ പോലെ കഥ, ഓ അങ്ങനെയോ, ഈ കുട്ടി അങ്ങയുടെയാണ്, ഓ അങ്ങനെയോ, അത് എനിക്ക് തെറ്റുപറ്റി, ഈ കുട്ടി അങ്ങയുടെ അല്ല, ഓ അങ്ങനെയോ. അപ്പോഴും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഇത് ഓ അങ്ങനെയോ എന്ന് പറയുന്നതിലേക്ക് എത്തണമെങ്കിൽ ആ ശൂന്യതയിലേക്ക് അടച്ചു തുറന്ന് ആ അടവിന്റെ ശൂന്യതയുടെ ആനന്ദത്തിന്റെ സൗന്ദര്യത്തിന്റെ നിറവ് പിന്നെ നമ്മളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ഒഴുക്കണ്ട. പലരും ഒഴുക്കാനാ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പൊ ഈ മൈക്കും കെട്ടിവെച്ച് ദീക്ഷയൊക്കെ കൊടുക്കുന്ന പരിപാടികൾ. അതിന് എത്രത്തോളം സാങ്കത്യമുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളോട് അടുപ്പമുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളിൽ സംഭവിക്കേണ്ടുന്ന ശൂന്യതയെ അതേ ഉള്ളൂ. അതിന് മൈക്ക് വെച്ച് കെട്ടി വെച്ച് ഞങ്ങൾ ശബ്ദ പൊല്യൂഷൻ നടത്തണേ. അതുകൊണ്ട് ചിലർക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ഓക്കെ കേട്ടോ, നമ്മളൊന്നിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ഇതിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ ആനന്ദവും സൗന്ദര്യവും മായയും ഒക്കെയുണ്ട്.